എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ALPയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് എന്തായി സാറേ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഓൾറെഡി ഒരു കേസിൽ പെട്ടുകൊണ്ട് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ റിസൾട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തെലങ്കാന ഹൈക്കോടതിയിലാണ് ആ സ്റ്റേ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ നമ്മൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പെൻഡിങ് എന്ന് തന്നെയാണ്. 22/5/2026 കേസിൻ്റെ ലിസ്റ്റിംഗ് വെച്ചിരുന്നത്. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കേസിൻ്റെ ലിസ്റ്റ് ചെയ്തിരുന്നത് 22/5, അതായത് മെയ് 22-നാണ്. അപ്പോൾ അതിനുശേഷം ഇതുവരെയും സ്റ്റാറ്റസ് മാറിയിട്ടില്ല. കേസ് 22-ാം തീയതി ഹിയറിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെലങ്കാന ഹൈക്കോർട്ട് ഓഫ് തെലങ്കാനയുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മെയ് മാസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് തെലങ്കാന ഹൈക്കോടതിയുടെ സമ്മർ വെക്കേഷൻ്റെ സമയമാണ്. അപ്പോൾ മെയ് 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് 28-ാം തീയതിയാണ്. 29, 30, ജൂൺ മാസം 1, 2, 3, 4, 5 ഇത്രയും ദിവസങ്ങളിൽ കോടതി അവധിയാണ്. ഏകദേശം ഒരു മാസം സമയമാണ് തെലങ്കാന ഹൈക്കോടതിയുടെ സമ്മർ വെക്കേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ കോടതി അവധിയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഈ ഹിയറിംഗ് നടക്കാത്തത്. അവധിയിലാണെന്നുണ്ടെങ്കിലും സുപ്രധാനപ്പെട്ട കേസുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കാറുണ്ട്. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് കേസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി കേസിൻ്റെ ഹിയറിംഗിന് നടക്കാൻ സാധ്യത ജൂൺ 5-ന് ശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ്. അതിൽ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാതെ ഇതിൻ്റെ പുറകെ മാത്രം ഇരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്, ഇതിന് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. കേസിൻ്റെ പുറകെ നിങ്ങളിരുന്ന് സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കോടതിയുടെ കാര്യമാണ്, അതിൻ്റേതായിട്ടുള്ള സമയങ്ങളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിലൂടെ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഗ്രൂപ്പ് ഡി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തയ്യാറെടുക്കുക, കായികക്ഷമത പരിശോധിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഇനി അതല്ല, മറ്റ് പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരീക്ഷകളിലേക്ക് കൂടെ ഫോക്കസ് കൊടുക്കുക. സമയം കളയാനില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറി കൊടുക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, നമുക്ക് കേരള PSC കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളുണ്ട്, RRB തന്നെ കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പരീക്ഷകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 11,127 വേക്കൻസീസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അധികം താമസിയാതെ തന്നെ ജൂൺ മാസത്തിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ടെക്നീഷ്യൻ ഗ്രേഡ് 3-യും ഗ്രേഡ് 1-ൻ്റെയും നോട്ടിഫിക്കേഷൻ പുറത്തു വരും. അതിൻ്റെ പുറകെ സെക്ഷൻ കൺട്രോളർ, അതിൻ്റെ പുറകെ ജൂനിയർ എഞ്ചിനീയർ, അങ്ങനെ RRBയിൽ തന്നെ പരീക്ഷകൾ വരുന്നുണ്ട്, SSCയിൽ പരീക്ഷകൾ വരുന്നുണ്ട്, കേരള PSCയിൽ പരീക്ഷകൾ വരുന്നുണ്ട്. മറ്റ് പരീക്ഷകളെ കൂടെ ഫോക്കസ് ചെയ്യുക. ഗ്രൂപ്പ് ഡി എക്സാം 2024 നോട്ടിഫിക്കേഷൻ ഇട്ടതാണ്. 2025 അവസാനമാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു. 25 അവസാനം എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 26 ഫെബ്രുവരിയിലൂടെ എക്സാം തീരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. ആ പുതിയ കേസ് കാരണം റിസൾട്ട് ഇതായത് പെൻഡിങ് ആണ്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. തെലങ്കാന ഹൈക്കോടതിയിൽ ഇപ്പം വെക്കേഷൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ സുപ്രധാന കേസുകൾ മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത്. ഗ്രൂപ്പ് ഡി എക്സാം ജൂൺ 5-ന് ശേഷമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പരിഗണിക്കുക. അതിന് നേരത്തെ പരിഗണിക്കുകയോ റിസൾട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നമ്മളത് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആ വീഡിയോയുമായിട്ട് വരുന്നുണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ എത്തിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഗ്രൂപ്പ് ഡി എക്സാം മാത്രമല്ല, റെയിൽവേയുടെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയോടുകൂടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത് തന്നെയാണ്. എക്സാമിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ പുറത്തുള്ള സ്റ്റേ ഇതുവരെയും മാറ്റി വെച്ചിട്ടില്ല. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ കേസിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് വരുന്ന മാത്രയിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവരും തളരാതെ ഉഷാറായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. മറ്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുന്ന സമയത്ത് അതിനെ മുറുകെ പിടിക്കാനായിട്ട്, അതിൻ്റെ പുറകെ പഠിക്കാനായിട്ടിരിക്കുക. എക്സാം, ഈ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ സമയം കളയാതെ ഇരിക്കുക. മൈൻഡ് സ്പേസ് കളയാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.